ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരി തുടരുന്നു. എല്ലാവർക്കും വായ്ത്താരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ രണ്ട് അതിഥികൾ കണ്ണൂർ സ്വദേശികളാണ്. കലാമണ്ഡലം രാധാകൃഷ്ണൻ. അദ്ദേഹം നിരവധി കാലം കലാമണ്ഡലത്തിൽ അഭ്യസനം ചെയ്തിട്ടുള്ള, അതായത് 80-85 ശേഷം അഭ്യസനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കഥകളി അദ്ദേഹം കൊട്ട് പഠിക്കണമെന്ന്, ചെണ്ട കൊട്ട് പഠിക്കണമെന്ന് താല്പര്യപൂർവ്വം അദ്ദേഹം ആഗ്രഹിച്ച് നാട്ടിൽ പഠനം ചെയ്ത് തുടർന്ന് കലാമണ്ഡലത്തിൽ അഭ്യസനം ചെയ്യുകയും അവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കി താൻ സ്വാംശീകരിച്ച വിദ്യ തുടർന്ന് അതേ ശൈലിയിൽ തന്നെ അദ്ദേഹം മറ്റു പലർക്കും അത് പകർന്നു കൊടുക്കാൻ താല്പര്യം കാണിച്ചു എന്നതും, ഒപ്പം അദ്ദേഹത്തിൻ്റെ കുലവൃത്തി ഒരു നിഷ്ഠ പോലെ അദ്ദേഹം കൊണ്ടു നടന്നു എന്നതും, കൊട്ടിൻ്റെ വിവിധ മേഖലകൾ, ഈ മേളം, തായമ്പക, കേളി തുടങ്ങിയവയ്ക്ക് പുറമെ തിടമ്പ് നൃത്തം പോലുള്ള, സ്വാഭാവികമായും കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ധാരാളം തിടമ്പ് നൃത്തങ്ങൾ ക്ഷേത്രങ്ങളിൽ സർവ്വസാധാരണമായി നടക്കുന്നുണ്ട്. കൊട്ടിൻ്റെ പുഷ്ടിക്ക് ഇത്രയധികം സാധ്യതയുണ്ടാക്കുന്ന ഒരു കലാമേഖല ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ ഈ തിടമ്പ് നൃത്തത്തിനെയാണ് പറയുക. താളത്തിൻ്റെ പ്രയോഗങ്ങൾ ഒരു വശത്ത്, താളത്തിൻ്റെ വൈവിധ്യങ്ങൾ, നമുക്ക് പരിചിതമെന്ന് തോന്നുന്ന താളത്തിൻ്റെ പ്രയോഗത്തിലുള്ള വൈവിധ്യങ്ങൾ ഇതിൽ ധാരാളമുണ്ട്. എന്നതുപോലെ തന്നെ കൊട്ടിൻ്റെ സാധകം, അമരം, നേർകോലയെല്ലാം വളരെ ധാരാളം പ്രയോഗിക്കാനുള്ള സാധ്യതയും ഈ തിടമ്പ് നൃത്തത്തിലുണ്ട്. അതിൻ്റെ ആധികാരികതയും അതെങ്ങനെ ഓരോ താളങ്ങളും മാറുന്നു എന്നതും ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൽ ഞാൻ അധ്യാപനം ചെയ്തിരുന്ന കാലത്ത് അവിടെ പഠിച്ചിരുന്ന ആൾ എന്ന നിലയിലാണ്. വളരെ സീനിയറായ വ്യക്തിയാണ്. നിരവധി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിൽ, വാദ്യമേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് പേരെ അദ്ദേഹം പഠിപ്പിച്ച് തൻ്റെ വാദ്യമേഖലയിലെ പ്രാഥമിക പാഠങ്ങൾ എന്നതുപോലെ അതിൻ്റെ പുരോഗതി എങ്ങനെ ഉണ്ടാവുന്നു എന്നവരെ പഠിപ്പിച്ച കലാകാരൻ കൂടിയാണ് ഈ രാധാകൃഷ്ണൻ. ഇങ്ങനെയും രാധാകൃഷ്ണൻ്റെ വർത്തമാനങ്ങൾ കേൾക്കാം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൃഷ്ണകുമാർ എന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. അതിലൊപ്പം തളിപ്പറമ്പ് രാജരാജേശ്വരി കഥകളി കേന്ദ്രത്തിലെ ഒരു കാര്യദർശി കൂടിയാണ്. കഥകളി കേന്ദ്രത്തിൻ്റെ വളർച്ചയിൽ എപ്പോഴും താല്പര്യം കാണിക്കുകയും കഥകളി കാണുകയും കഥകളിയെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ കലാകാരന്മാരെ, പുതിയ കലാകാരന്മാരാവാൻ ആഗ്രഹിക്കുന്നവരെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിയാണ് കൃഷ്ണകുമാർ എന്ന വ്യക്തി. അദ്ദേഹം വളരെ ഹൃദ്യമായി രാധാകൃഷ്ണനോട് ഇത്തരം വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. നമുക്ക് അവരുടെ രണ്ടുപേരുടെയും വർത്തമാനങ്ങൾ കേൾക്കാം. ഇവരെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഇത് കേൾക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. കളിമേള സഞ്ചാരത്തിൻ്റെ വായ്ത്താരി എന്ന സീരീസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെണ്ടയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അതിൻ്റെ ഇടപെട്ടുള്ള മേളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കളിമേള സഞ്ചാരത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു ചെണ്ട കലാകാരനായ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ പഞ്ചായത്തിലെ മോറാഴ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ശ്രീ കലാമണ്ഡലം രാധാകൃഷ്ണൻ, അദ്ദേഹത്തെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്.
നമസ്കാരം രാധാകൃഷ്ണൻ. നമസ്കാരം. നമ്മുടെ കളിമേള സഞ്ചാരത്തിലെ ഈ ചെണ്ട, അതിൻ്റെ ഉപയോഗവും അതിൻ്റെ പ്രവൃത്തിയും അതുകൊണ്ടുള്ള ഉപജീവനവും അതിൻ്റെ വിവിധ മേഖലകൾ കണ്ടെത്തലാണ് കളിമേള സഞ്ചാരത്തിൻ്റെ ഈ വായ്ത്താരി എന്ന ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്കളെ എനിക്ക് വളരെ വർഷങ്ങളത്തെ പരിചയമുണ്ട്. എങ്കിലും ഈ ചെണ്ട പഠിക്കാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? താങ്കൾ ഒരു ക്ഷേത്രം കഴകക്കാരനാണെന്നറിയാം. മാലകെട്ട് ഉപജീവന മാർഗമാക്കി ചെറുപ്പം മുതൽ നടന്നു വരുന്ന ആളാണെന്നറിയാം. അവിടുന്ന് എങ്ങനെ ഈ ചെണ്ട പഠിക്കാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? ആരാണ് തുടങ്ങിയത്? ആരൊക്കെയാണ് പഠിപ്പിച്ചത്? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതിനോടുള്ള താല്പര്യം നമ്മൾ ക്ഷേത്ര പ്രവൃത്തി ആയതുകൊണ്ടും മാലകെട്ട് ഏത് സമയം എല്ലാ സമയം അമ്പലത്തിൻ്റെ ഉള്ളിലും എല്ലാം ആയതുകൊണ്ടും എല്ലാ സമയത്തും ആ താളം മേളം എപ്പോഴും ഞാൻ ഏകദേശം ഒരു 3ാം ക്ലാസ് മുതൽ അമ്പലപ്പണി തുടങ്ങിയ ആളാണ്. ആ സമയം മുതലേ ഇത് കേൾക്കുന്നുണ്ട്. ആ സമയം മുതലേ ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം വല്ലാണ്ടുണ്ട്. നമുക്ക് അന്നത്തെ ആ ഒരു സാഹചര്യം അതൊന്നും പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒതുക്കി വെച്ചു. പിന്നെ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്, ആ വീട്ടിൽ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആശാൻ വരുന്നുണ്ടായിരുന്നു. ആശാൻ ആരാന്നൊക്കെ പിന്നീട് അറിയുള്ളൂ. എന്നാലും അങ്ങനെ ആശാൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയിരിക്കും, കുട്ടിക്കുന്നൊക്കെ കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ആശാൻ, കുട്ടി എപ്പോൾ വരുന്നുണ്ടല്ലോ, കുട്ടിക്ക് പഠിക്കണോ, താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത വ്യാഴാഴ്ച നമുക്ക് ക്ലാസ് തുടങ്ങാം എന്നും പറഞ്ഞു. വ്യാഴാഴ്ച തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ ഇങ്ങനെ എനിക്ക് എന്തായാലും പഠിക്കണം, ക്ലാസ് വ്യാഴാഴ്ച വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അച്ഛൻ. അതിൽ ബുദ്ധിമുട്ട് കൊണ്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടും. ഇത് നമ്മൾ ഒരു എന്നുള്ളത് നമ്മൾ ഈ വടക്കേ മലബാറിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിപ്പം കുറേശ്ശെ മാറി വന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഒന്നും കൂടി ആലോചിച്ചിട്ട് മതിയെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്കൊന്നും ആലോചിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത വ്യാഴാഴ്ച ആവാൻ വേണ്ടി കാത്തു നിന്നു. വ്യാഴാഴ്ചയായി. അവിടെ പോയി ആശാനെ കണ്ടു. പിന്നെ ഗണപതി കൈ കൊട്ടി തുടങ്ങി. അപ്പോൾ അന്ന് പിന്നീടാണ് അറിയുന്നത് ഈ ആശാൻ എന്ന് പറഞ്ഞാൽ വലിയ, അതായത് ഈ വടക്കേ മലബാറിൽ ഈ പാണി വിഷയങ്ങൾ, പിന്നെ അതുപോലെ പഞ്ചവാദ്യം അല്ലെങ്കിൽ മേളം അല്ലെങ്കിൽ തായമ്പക, ഇതൊക്കെ എല്ലാവരും ഒരുപാട് ആൾക്കാരെ ഇന്ന് പേരെടുത്ത് പറഞ്ഞാൽ പറയണ്ട, ഏതായാലും പ്രശസ്തരായിട്ടുള്ള എല്ലാവരും ഈ ആശാൻ്റെ ശിഷ്യന്മാരാണ്. ആശാൻ്റെ പേര് പുളിയാമ്പള്ളി ശങ്കരമാരാർ. ഈ പുളിയാമ്പള്ളി ശങ്കരമാരാർ അല്ലെങ്കിൽ പുളിയാമ്പള്ളി ആശാൻ അങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ മാടായി ആശാൻ, അങ്ങനെയൊക്കെയാണ് ആശാനെ പറയുക. ഈ പുളിയാമ്പള്ളി ആശാൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഗണപതിക്ക് പഠിച്ച് തുടങ്ങിയത്. ഏത് വർഷമായിരുന്നത്? ഏകദേശം ഒരു 88-89 വർഷത്തിലാണ് അന്നാണ് തുടങ്ങിയത്. അന്ന് താമസം എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു? വീട് എവിടെയായിരുന്നു? ഇവിടെ ഞാൻ എൻ്റെ മൊറാഴ തന്നെയാണ് താമസം. മൊറാഴ തന്നെ താമസം. അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ. ഞാൻ ഈ കലാമണ്ഡലം രാധാകൃഷ്ണൻ അറിയുന്നതൊരു രാധാകൃഷ്ണൻ എനിക്കറിയായിരുന്നു, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ കലാമണ്ഡലം രാധാകൃഷ്ണനാണ് ഈ രാധാകൃഷ്ണനിൽ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കലാമണ്ഡലം രാധാകൃഷ്ണൻ ഈ മൊറാഴ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു 15 വർഷം മുമ്പ് എൻ്റെ വാഹനം എടുത്ത് ഈ മൊറാഴ ശിവക്ഷേത്രത്തിന് സമീപത്തിൽ വൈകുന്നേരം വന്നിരുന്നു. അന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഏതോ ഉത്സവത്തിന് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ രാധാകൃഷ്ണ വന്ന് അന്വേഷിക്കാൻ പ്രധാന കാരണം കലാമണ്ഡലത്തിന് പഠിച്ച ഒരു ചെണ്ട അഭ്യാസം പൂർത്തിയാക്കിയ ഒരാൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഇതാരാ രാധാകൃഷ്ണൻ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കലാമണ്ഡലത്തിലേക്ക് പോകാൻ എന്തായിരുന്നു ആ സമയത്ത് പ്രേരണ? കാരണം കലാമണ്ഡലത്തിൽ അത്രമാത്രം പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്വേഷിച്ച് വരികയും കോഴ്സ് പൂർത്തിയാക്കുകയും അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം കൊണ്ടാണ് വന്നത്. അപ്പോൾ കലാമണ്ഡലത്തേക്ക് എങ്ങനെയാണ് ഈ പുളിയാമ്പള്ളി ശങ്കരമാരാരുടെ ആ
മഹാനുഭാവൻ്റെ അവിടുന്ന് പഠിച്ചതിന് ശേഷം കലാമണ്ഡലത്തേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഈ ആശാൻ ഏകദേശം ഈ ആശാൻ്റെ അവസാന സമയത്താണ് ക്ലാസ് തുടങ്ങിയത്. അവിടുന്ന് ഈ ക്ലാസ് തുടങ്ങി ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലത്തോളം മാത്രമേ ആശാൻ എഴുന്നേറ്റ് നടന്നിട്ട് പോലും ഉള്ളൂ. പിന്നെ ആശാൻ കിടപ്പിലായി. അങ്ങനെ ആശാൻ കിടപ്പിലായ സമയത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കണം എന്നുള്ളത് കൊണ്ട് വേറൊരാളെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ചെറുക്കൽ ശ്രീധരന്മാരാർ എന്നാണ്. അങ്ങനെ ഈ പുളിയാമ്പള്ളി ആശാൻ ഇടയ്ക്ക് തുടങ്ങി ചെറുക്കൽ ശ്രീധരന്മാരാരുടെ വീട്ടിൽ വെച്ച് അവിടെ നിന്നാണ് ബാക്കി തായമ്പകയും കേളിയും ഒക്കെ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് പോക്കും വരവും പിന്നെ എല്ലാം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു, കലാമണ്ഡലം. ഭയങ്കര താല്പര്യം, എന്തായാലും പോകണം. അങ്ങനെ അപേക്ഷ കൊടുത്തു, ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ കലാമണ്ഡലത്തിലെത്തി. കലാമണ്ഡലത്തിൽ എത്തിയത് കൊണ്ട് അതിൻ്റെ ഗുണം ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ശരിക്കുള്ള ഒരു ചെണ്ട, ആ ചെണ്ടയുടെ സ്ഥാനം, അല്ലെങ്കിൽ സാധകം ചെയ്യുന്ന സമയത്താണ് സാധകം ചെയ്യുന്നതിൻ്റെ ഒരു രീതി, അത് കയ്യും കോലും അതിൻ്റെ വ്യക്തത. ഇങ്ങനെയുള്ള ഈ പഠനം കൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ വളരെ സംതൃപ്തനായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചും കൊണ്ട് പോവാണ്. കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മുതൽ ആ കലാമണ്ഡലത്തിലെ ആ സാഹചര്യങ്ങളും സഹപാഠികളെയും അല്ലെങ്കിൽ സീനിയേഴ്സ് അല്ലെങ്കിൽ ജൂനിയേഴ്സ്, അന്നത്തെ ആശാന്മാർ, അതിനെക്കുറിച്ച് ആ ഒരു കലാമണ്ഡലത്തിലെ പഠന രീതിയെക്കുറിച്ചും രാധാകൃഷ്ണ അനുഭവങ്ങളൊന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചേർന്നത് ഇൻ്റർവ്യൂവിന് ആരായിരുന്നു? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഗോപിയാശാനായിരുന്നു ഒന്ന്, പിന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞു, കാർഡ് വന്നു, വീണ്ടും ചേർന്നു, കലാമണ്ഡലത്തിൽ ചേർന്നു. എത്ര പേരുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന്? അറിയാം. അന്നത്തെ ഇൻ്റർവ്യൂവിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 84 ആളാമറ്റ. ഞാൻ 82ാമത്തെ നമ്പറാണ് എൻ്റെ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു 84, ഞാൻ 84 ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എത്ര ആൾക്കാർ കൃത്യമായിട്ട് നമുക്ക് അല്ല, ആ സമയത്ത് 84 ആൾക്കാരെന്നെല്ലാം പറഞ്ഞാൽ അതിലും 1, 2, 3 ആൾക്കാർ മാത്രമേ പഠിക്കാനായിട്ട് എടുക്കുള്ളൂ. സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാനുള്ളൂ. അങ്ങനെ എടുക്കും. പിന്നെ ഫീസ് കൊടുത്ത് പഠിക്കുന്നവർ ചേരും, 1, 2 ആളെയും കൂടി എടുക്കും. അങ്ങനെ ഒരു 5 ആൾക്കാരാണ് മിക്കവാറും ആ ഒരു സമയത്ത് ഉണ്ടാവും. ഏത് വർഷമായിരുന്നു ഇൻ്റർവ്യൂ നടന്നത് ഓർമ്മയുണ്ടോ? ഏത് വർഷം ജോയിൻ ചെയ്തത്? അവിടെ 1992 92. അത് സെലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് തുടങ്ങി. താമസം അവിടെ തന്നെയായിരുന്നു? അതെ, താമസം അവിടെ. ആരായിരുന്നു ആദ്യത്തെ അവിടുത്തെ ഗുരുനാഥൻ? ആരായിരുന്നു? 4 കൊല്ലത്തെ കോഴ്സാണ് ആ സമയത്ത്. അപ്പോൾ ഹോസ്റ്റലിൽ താമസം ഇനിയുള്ളതാണ് കാര്യമായിട്ട് പറഞ്ഞോളൂ. നമുക്കതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയണമെന്നല്ലോ. ഇത് കലാകാരൻ അനുഭവിച്ചിരിക്കുന്ന എല്ലാ നല്ലതും മോശവും എല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ഉണ്ടാവുമല്ലോ. എന്തായാലും കൂടുതൽ സന്തോഷമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കലയിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അത് മതിയാക്കി പോകും. ഒട്ടനവധി ആൾക്കാർ ഇതുപോലെ പലതും പഠിക്കാൻ ഉദ്യമിച്ച് അവസാനം വഴിക്ക് വെച്ച് വഴി മാറിപ്പോകുന്നവരുണ്ട്. പക്ഷേ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിൽ കൂടുതൽ നല്ല കാര്യങ്ങളുള്ളത്. അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതിന് കലാമണ്ഡലത്തിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സന്തോഷം. അപ്പോൾ കലാമണ്ഡലത്തിലെ പഠന രീതി പറഞ്ഞാൽ രാവിലെ 4:30 ആകുമ്പോൾ സാധകം ചെയ്യാൻ തുടങ്ങും. അതൊരു 6:30-7 മണി വരെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് 9 മണിക്ക് വീണ്ടും തുടങ്ങും. അത് 1 മണി വരെ പോകും. അങ്ങനെ കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ക്ലാസ് ഏതാണോ വിഷയം പഠിക്കാൻ പോകുന്നത് ആ വിഷയത്തിന് വേണ്ടി ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. അതിന് പുറമെ മറ്റുള്ള കലകളും മനസ്സിലാക്കാൻ പറ്റും. ഹോസ്റ്റൽ ജീവിതം ആയതുകൊണ്ട് എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന ആൾക്കാരും കൂടെ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അറിയും, കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കലാമണ്ഡലത്തിലെ 4 വർഷത്തെ കോഴ്സിൽ ആദ്യത്തെ വർഷം കലാമണ്ഡലം വിജയകൃഷ്ണാശാൻ ഈ കഥകളിയുടെ ഒരു കഥകളി ചെണ്ടക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ആശാനുണ്ടായിരുന്നു. ആശാൻ്റെ പേര് കൃഷ്ണൻകുട്ടി പൊതുവാൾ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. ഈ കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ്റെ മകനാണ്. കലമേലെ സഞ്ചാരം കേൾക്കുന്ന 99% ആൾക്കാർക്കും
കൃഷ്ണൻകുട്ടി പൊതുവാൾ അറിയാതിരിക്കാൻ വഴിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഇഷ്ടംപോലെ പരാമർശിച്ചിട്ടുണ്ട്. ഇനി കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ്റെ മകൻ വിജയകൃഷ്ണ ആശാൻ്റെ കളരിയിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം. ആ ഒരു വർഷം തായമ്പകയുടെ അടിസ്ഥാനം ആണ് ആദ്യം പഠിപ്പിക്കുക. ആ തായമ്പകയുടെ അടിസ്ഥാനം കുട്ടിത്തായമ്പക. ആ കുട്ടിത്തായമ്പകയാണ് നമ്മളെ ഇന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സാധനം. പിന്നെ കലാമണ്ഡലത്തിലായതുകൊണ്ട് തായമ്പക അല്ലെങ്കിൽ മേളം എന്നതിനല്ല പ്രാധാന്യം, അവിടെ കഥകളി കൊട്ട്. അപ്പോൾ ആദ്യ വർഷം തായമ്പക തുടങ്ങി. അപ്പോൾ തന്നെ പുറപ്പാട്, തായമ്പക ഈ കഥകളിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം പുറപ്പാട് കഴിഞ്ഞാൽ മേളപ്പദം. ഇത് രണ്ടും ആണ് ആദ്യത്തെ കൊല്ലം പഠിക്കുക. ഈ പുറപ്പാട് എത്ര വർഷം എടുത്തു അരങ്ങേറ്റത്തിന്? പുറപ്പാടായിരുന്നു അരങ്ങേറ്റം. പുറപ്പാട് മേളപ്പദം അതായിരുന്നു അരങ്ങേറ്റം. എത്രാമത്തെ വർഷം അരങ്ങേറ്റം? കലാമണ്ഡലത്തിലെ 3-ാമത്തെ വർഷമാണ് അരങ്ങേറ്റം. അത് അരങ്ങേറ്റത്തിൽ പുറപ്പാട് മേളപ്പദം ആണ് അരങ്ങേറ്റം കഴിക്കുക. നമ്മൾ നാട്ടിൽ ചെണ്ടയിൽ തായമ്പകയൊക്കെ അരങ്ങേറ്റം കഴിക്കുന്ന പോലെ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പാട് മേളപ്പദമാണ് അരങ്ങേറ്റം. അത് കഴിഞ്ഞ് ഈ ചെണ്ട കലാകാരന്മാരും ഈ കഥകളി സാഹിത്യവും അല്ല അതുമായി ബന്ധപ്പെട്ട് കുറേ പഠിക്കേണ്ടി വരുമല്ലേ? ഉണ്ടോ? അങ്ങനൊരു വിഷയം ഇല്ലേ അവിടെ? ഉണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഇത് ഏറ്റവും സങ്കീർണ ചെണ്ട ഉപയോഗത്തിൽ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ സങ്കീർണതകളാണ് കഥകളിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ആട്ടങ്ങളും ആട്ടപ്രകാരങ്ങളും അങ്ങനെയുള്ള പല പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ അതിന് സാഹിത്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ പഠന രീതിയും കാര്യങ്ങളൊക്കെ അവിടെ? ഇതിലിപ്പോൾ കഥകളിയിലെ ഈ മുദ്രകൾ, ഈ ഓരോ മുദ്രക്കും ഇന്ത്യന്ന കൊട്ട് എന്നൊക്കെ ആശാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുദ്രകൾ കാണിക്കുന്നതിന് കണക്കായിട്ട് നമ്മൾ കൊട്ടണമല്ലോ. അപ്പോൾ മുദ്രയും അതായത് നമ്മളെ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉപയോഗിച്ച് ഒരു വാചകം, അതേപോലെ ഈ മുദ്രകൾ അടിസ്ഥാന മുദ്രകളും പിന്നെ മറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ കൂട്ടി അത് വാചകം പോലെ പറയുന്നു. അങ്ങനെയുള്ള കഥകളി വരുന്നത്. അതെ. അപ്പോൾ കഥകളിയിൽ വർത്താനം ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ മുദ്രയിലെ കൂടി തന്നെ വേണമല്ലോ. ആംഗ്യഭാഷയാണ് ഈ മുദ്ര. ഇന്നിന്ന മുദ്രയ്ക്ക് ഇന്നിന്ന കൊട്ട് എന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഈ മുദ്രകളും എല്ലാം ഉപയോഗിച്ചപ്പോൾ അത് കണ്ട് വേണം നമ്മളിത് കൊട്ടാൻ. അപ്പോൾ കണ്ടു കൊട്ടുന്നതിന് പുറമേ എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന വേഷം, ആ ചെയ്യുന്ന വേഷത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതെ. അതിന് പുറമെ ആ വേഷം ചെയ്യുന്ന ആ ആളെ പറ്റിയും കൂടെ നമ്മൾ ഒന്നും കൂടി അറിഞ്ഞാൽ അതിൽ ഒന്നും കൂടി നന്നാവും. ഈ ചൊല്ലിയാട്ട കളറി എന്നാണല്ലോ ഈ ചെണ്ട മദ്ദളം എല്ലാവരും നിന്ന് തെളിഞ്ഞു വരുന്നത്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പുറമേ എത്തിയാലും കൊട്ടാൻ വേണ്ടി സാധിക്കുള്ളൂ. ചൊല്ലിയാട്ട കളറിയിൽ കൊട്ടാൻ അവസരങ്ങൾ ലഭിച്ചിരുന്നു. ചൊല്ലിയാട്ട കളരി കാരണം വളരെ ജൂനിയറായിട്ടുള്ളവരുണ്ടാവുക, പലപ്പോഴും സീനിയേഴ്സ് ആയിരിക്കും ചൊല്ലിയാട്ടത്തിലുണ്ടാവുക, നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടായിന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ചൊല്ലിയാട്ടം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് തന്നെ ചൊല്ലിയാട്ടം ആണ്. ചൊല്ലിയാട്ടത്തിന് പങ്കെടുത്ത് ചൊല്ലിയാട്ടത്തിൽ കൂടി അത് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിനേക്കാളും പുറമെ ആശാന്മാരുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ കഥകളിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെല്ലാം കലാമണ്ഡലം ഉണ്ണീകൃഷ്ണൻ ആശാനാണ്. ആശാൻ അവിടെ അടുത്ത് വന്ന് നിന്നാൽ തന്നെ നമുക്ക് കൊട്ടങ്ങ തനിയെ വരും. അതെ. ഉണ്ണീകൃഷ്ണേട്ടനാണ് ഈ കളിമേള സഞ്ചാരത്തിൻ്റെ തുടക്കക്കാരനും അമരക്കാരനെല്ലാം. ഉണ്ണീകൃഷ്ണനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാം, കഥകളി ലോകത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഈ ചൊല്ലിയാട്ടം ലഭിച്ചതുകൊണ്ട് ഈ ചൊല്ലിയാട്ടമാണ് അതിൻ്റെ ഈ എന്താണ് ഒട്ടനവധി ആട്ടങ്ങൾ അല്ല ആട്ടത്തിന് ഓരോ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം വനവർണ്ണന അല്ല അങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ഈ എത്രാമത്തെ വർഷമായിരുന്നു ഈ ചൊല്ലിയാട്ടത്തിൽ ഈ വനവർണ്ണന അല്ലെങ്കിൽ പതിഞ്ഞ പദം കുവലയോജന അങ്ങനെയുള്ളതിനൊക്കെ കൊട്ടാൻ പറ്റിയിട്ടുണ്ടോ ചൊല്ലിയാട്ടത്തിൽ? അതൊക്കെ ഒന്നാമത്തെ വർഷം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. രണ്ടാമത്തെ വർഷവും അതിൻ്റെ കലാശങ്ങൾ, വട്ടം വെച്ച് കലാശങ്ങൾ, എടുത്ത് കലാശം, ഇങ്ങനെയുള്ള കലാശങ്ങളൊക്കെ പഠിക്കുന്നു. മൂന്നാം വർഷമാകുമ്പോഴത്തേക്ക് ഏകദേശം ചൊല്ലിയാട്ടത്തിന് കൊട്ടാനുള്ളൊരു പാകത്തിന് ആവും. നാലാം വർഷമാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അടിസ്ഥാനം ഈ പതിഞ്ഞ പദങ്ങളും അഷ്ടകലാശം ഇതൊക്കെ നാലാം വർഷമാകുമ്പോഴത്തേക്ക് കഴിയും, എല്ലാം കഴിയുമല്ലേ. ഈ കഥകളിയുടെ ഈ വിഷയം കഴിഞ്ഞാൽ
ഓരോ വർഷം ഇതിനോരോ പരീക്ഷ ഉണ്ടാവുമല്ലോ. ഉണ്ട്. പരീക്ഷയുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു വർഷത്തെ പറഞ്ഞാൽ മതി, അറിയാൻ വേണ്ടിയാണ്. കാരണം ഒരു സാധാരണ ആൾക്കാർക്ക് ഇവർ കോഴ്സ് കഴിഞ്ഞു എന്ന് മാത്രമേ അറിയുള്ളൂ. രാധാകൃഷ്ണൻ അവിടുത്തെ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്നതൊക്കെയാണ് ഇന്ന വിഷയങ്ങൾ പഠനത്തിനുണ്ട്. ഇപ്പം കണക്ക്, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ പറയുമല്ലോ. അതുപോലെ ഈ ചെണ്ട കലാമണ്ഡലത്തിൽ ചെണ്ട പഠിച്ച വിദ്യാർത്ഥി 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം അത് പഠിച്ച് പാസ്സാവണമെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു എക്സാമ്പിൾ നമുക്കറിയാൻ വേണ്ടി മാത്രം. ഇതിലിപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്നത് പോലെ തന്നെ കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, ആനുവൽ പരീക്ഷ എന്ന് പറയുന്നില്ല, അതാണ് അറിയേണ്ടത്. അതേപോലെ ഈ കാക്കൊല്ല പരീക്ഷ ഉണ്ട്. അതൊക്കെ ആ സമയത്ത് അതാത് വർഷത്തെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ അല്ലെങ്കിൽ ആശാന്മാരാണ് അന്ന് ആ സമയത്ത് ഇതൊക്കെ ചെയ്യാം. 1-ാം വർഷം 2-ാം വർഷം അങ്ങനെ 4 വർഷം വരെയാണ്. ഈ 4-ാം വർഷത്തിലെ കോഴ്സോടുകൂടി നമ്മളെ കോഴ്സ് കഴിയുകയാണ്. അപ്പോൾ ആ 4-ാം വർഷം ഈ പരീക്ഷ നടത്താൻ വരുന്നത് പുറത്ത്, അതായത് കോട്ടക്കൽ അല്ലെങ്കിൽ സദനം, കലാമണ്ഡലത്തിൽ അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളിലെ ആശാന്മാരാണ് വന്നിട്ട് പരീക്ഷ നടത്തുക. അന്ന് ഇന്നത്തെ മാതിരി ഡീംഡ് യൂണിവേഴ്സിറ്റി ഒന്നും ആയിരുന്നില്ല അല്ലേ? കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഒന്നായിരുന്നില്ല. എന്തൊക്കെയായാലും ആ കലാമണ്ഡലത്തിലെ കഥകളി ആ പഠന രീതി കൊണ്ടാണ് ഇപ്പോഴും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു. തുടർന്ന് അങ്ങോട്ട് കളിക്ക് പോകാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ മലബാർ ആയതുകൊണ്ട് കഥകളി വളരെ കുറവാണല്ലോ. താല്പര്യമുണ്ട് പഠിക്കാൻ, പോകാനും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെത്തിപ്പെട്ടപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ആസ്വാദകർക്ക് എത്രമാത്രം ആവശ്യമില്ല കഥകളി എന്നുള്ളത്. പിന്നെ കുറച്ചും കൂടെ അതിന് ഒരു താല്പര്യവും ഇതൊക്കെ ഉണ്ടായത് തളിപ്പറമ്പ് കഥകളി കേന്ദ്രം. ഞാൻ എൻ്റെ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും പിന്നെ വീണ്ടും ഒരു പുറപ്പാടിന് പോലും കൊട്ടുന്നത് ഇപ്പോൾ അടുത്ത് ഈ ഒരു 2 കൊല്ലം മുന്നേ തളിപ്പറമ്പ് കഥകളി കേന്ദ്രത്തിൽ വെച്ചിട്ടാണ്. കോവിഡിന് മുമ്പുണ്ടായിരുന്നു. അതെ, ഒരു പുറപ്പാടിന് കൊട്ടിയത് രാധാകൃഷ്ണൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. ഞാനും ആ കഥകളി കേന്ദ്രത്തിൻ്റെ സംഘാടകൻ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ഈ കലാമണ്ഡലത്തിലെ കഥകളി ചിട്ടകൾ മുഴുവൻ പഠിച്ച് സ്വായത്തമാക്കി അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ ഇപ്പോൾ ചെയ്യുന്നത് മേളങ്ങൾ, ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള മേളങ്ങൾ, അതുപോലെ തന്നെ തിടമ്പ് നൃത്തങ്ങൾ, അതിനൊക്കെയാണ് കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് വാദ്യം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ തിടമ്പ് നൃത്തം അല്ലെങ്കിൽ ഈ മേളങ്ങൾ ഇതൊക്കെ വേറെ ആരുടെ പഠിച്ചത്? തിടമ്പ് നൃത്തം നമ്മൾ തിടമ്പ് നൃത്തം പഠിച്ചതെന്ന് വെച്ചാൽ തിടമ്പ് നൃത്തം പണ്ട് കാലം മുതലേ കാണുന്നത് കൊണ്ട് കേട്ട് പഠിച്ചു എന്ന് വേണേൽ പറയാം. പണ്ട് കാലം മുതലേ ചെറിയ ചെറിയ സംശയങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നില്ല, അല്ലാതെ പണ്ട് അന്നേ ആ താളങ്ങൾ നമുക്ക് ബൈഹാർട്ടായിപ്പോയി. അതാണ് എൻ്റെ. അപ്പോൾ അതിങ്ങനെ കേട്ട് എപ്പോഴും ഈ തിടമ്പ് നൃത്തത്തിൻ്റെ കൂടെ തന്നെ വിളക്കും കൊണ്ട് നിൽക്കലാണ് നമ്മുടെ അമ്പലത്തിലൊക്കെ. അതെ, അപ്പോൾ അതിനുള്ള താല്പര്യം കൊണ്ട് അതങ്ങനെ ബൈഹാർട്ടായി. അതതിൻ്റെ സത്യം. പിന്നെ അതിൻ്റെ പിറകെ പോയി അത് ഇന്നതൊക്കെയാണെന്ന് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കി. ഈ തിടമ്പ് നൃത്തം ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധത്തിലെ കൂടി ഇന്നതുപോലെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വരുന്ന ആൾക്കാർ മുഴുവൻ അത് അത്ര കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വിടാറുണ്ട്. ഈ കലാമണ്ഡലത്തിൽ 92 ചേർന്നത് എന്ന് പറഞ്ഞു. കലാമണ്ഡലത്തിൽ അവിടെ വിവിധങ്ങളായ മാറ്റങ്ങൾ അവിടെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ കേട്ടറിവ്. 90കളിൽ അത് അവിടെ സ്കൂളിലേക്ക് നിർബന്ധമായി ചേരണം, സ്കൂളിൽ വിദ്യാഭ്യാസവും ചെണ്ട പഠനവും സൈമിൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അതേപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകാർ വേറെയും ഉണ്ടായിരുന്നു. ഈ 92 കാലഘട്ടത്തിൽ രാധാകൃഷ്ണൻ സ്കൂളിൽ പോയി ചേർന്നോ അല്ല ഈ ഡിപ്ലോമയായിരുന്നോ ചെയ്തിരുന്നത്? എന്താണ് ചെയ്തിരുന്നത്? അതിനെക്കുറിച്ച് ആ ഒരു രണ്ട് സ്ട്രീമിൽ അവിടെ ചെണ്ട പഠനം നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളും. അപ്പോൾ അതിൽ ഡിപ്ലോമ കോഴ്സിലാണോ അല്ല സ്കൂൾ വഴിയാണോ? ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നത് ഡിപ്ലോമ കോഴ്സാണ്, 4 വർഷത്തെ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് പേപ്പറിലും എല്ലാം വരുന്നതും, ഡിപ്ലോമ കോഴ്സിൽ തന്നെയാണ് ചേർന്നതും. പക്ഷേ ആ സമയത്ത് സ്കൂൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്.
അത് തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരും സ്കൂളിൽ പോകണം. അപ്പോൾ ഈ 8, 9, 10 ഇവിടുന്ന് നാട്ടിൽ നിന്ന് കഴിഞ്ഞു. അത് ശേഷമാണ് ഈ ഡിപ്ലോമ കോഴ്സിന് വേണ്ടി കലാമണ്ഡലത്തിൽ ചേരുന്നത്. അപ്പോൾ കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ ഈ സ്കൂളിൽ പോകണം എന്നുള്ളത് നിർബന്ധമായി. എന്തായാലും പഠിക്കാൻ പോയതില്ല, അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പോകണമല്ലോ. ആ സമയത്ത് നമ്മളൊരു 10-14 ആൾക്കാരുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞവരും ഡിഗ്രി, ആ സമയത്ത് ഡിഗ്രിയാണ്, +2 അല്ല. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 10ാം ക്ലാസ് നമ്മളും 10ാം ക്ലാസ് കഴിഞ്ഞ ഞങ്ങളും ഈ ഡിഗ്രി കഴിഞ്ഞവരും ഇവരെല്ലാവരും ഈ 8ാം ക്ലാസ്സിൻ്റെ കൂടെ ഇരിക്കണം. രാവിലെ ഈ 4 മണിക്ക് സാധകവും തുടങ്ങി ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഇതേപോലെ ഉറക്കവും എല്ലാം കൂടി ആ ഒരു ചുറ്റുപാടല്ലേ. പിന്നെ ഈ കുട്ടികളെ കൂടി ഇരിക്കണം, സ്കൂളിൽ പോകണം. സാധാരണ 8ാം ക്ലാസ്സിൽ പോയ പോലെ പുസ്തകം എടുത്ത് വെച്ചിട്ട് പോകണം. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കലും മാനസികമായിട്ട് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ മന്ത്രിമാരും പിന്നെ ഗവർണറും ഇവരൊക്കെ വരും കലാമണ്ഡലത്തിൽ. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെ അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാനും എല്ലാം പറ്റും. അപ്പോൾ അങ്ങനെ ഇവർ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ നമ്മൾ നിവേദനങ്ങൾ കൊടുക്കും. അങ്ങനെ നിവേദനങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു വർഷത്തെ ആദ്യത്തെ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് നമുക്ക് കലാമണ്ഡലത്തിൽ ഒരു കാർഡ് വന്നു, നിങ്ങളെ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. രക്ഷപ്പെട്ടു. പിറ്റേത്തെ കൊല്ലം സാധാരണ പോലെ തന്നെ ഡിപ്ലോമ ആ ക്ലാസ് മാത്രമായി, അതായത് സ്കൂളിൽ നിന്ന് ഒഴിവായി. അപ്പോൾ ഡിപ്ലോമ ആയിരുന്നു അപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയത്. 4 വർഷത്തെ കോഴ്സ് അല്ലേ, ഡിപ്ലോമയാണ് പൂർത്തിയാക്കിയത്. കലാമണ്ഡലത്തിൽ അവിടുത്തെ താമസവും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഹോസ്റ്റലൊക്കെ അന്ന് നല്ല സൗകര്യം ഉണ്ടായിരുന്നു, ഭക്ഷണം ഇതൊക്കെ കൃത്യമായി കിട്ടുമായിരുന്നു. കലാമണ്ഡലത്തിൽ താമസമെല്ലാം ഹോസ്റ്റലിൽ തന്നെ ഭക്ഷണം മെസ്സിൽ. പക്ഷേ അന്ന് സ്റ്റൈഫൻഡ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ 3-4 കുട്ടികളെ എടുക്കുള്ളൂ. അപ്പോൾ ആ 3-4 കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കൂടിയാണ് എടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഫീസ് കൊടുത്ത് പഠിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് എന്നെ കലാമണ്ഡലത്തിലേക്ക് വിട്ടത് തന്നെ അന്ന്. നാട്ടിലാകുമ്പോൾ ഫീസ് കൊടുക്കണം, അതാകുമ്പോൾ സ്റ്റൈഫൻഡോട് കൂടി അവിടുന്ന് പഠിക്കാം. നമുക്കൊരു താല്പര്യം കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ പോകും. അവിടുത്തെ ഫീസ് ഒഴിവാകുന്ന കൂടാതെ പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. യാത്രാ ചെലവ് ആ കിട്ടുന്ന പൈസ അവിടെ തന്നെ കൊടുക്കണം. ചെലവ് അല്ല, മെസ്സിൽ ഭക്ഷണത്തിനുള്ള പൈസ, ആ പൈസ അതങ്ങോട്ട് തന്നെ അങ്ങോട്ട് മാറും. കൈമല് വേറെ പൈസ ഒന്നും കിട്ടൂല. അന്ന് ചെണ്ട കൂടാതെ വേഷം കൂടെ അതേ ബാച്ചിൽ വേഷത്തിനൊക്കെ ചേർന്നവരൊക്കെ ഉണ്ട്, ഓർമ്മയുണ്ട് ആരെങ്കിലും? ഉണ്ട്. പാട്ടുകാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കൂടെ അവരൊക്കെ ഒന്ന് പേരും പരാമർശിച്ചാൽ നമുക്ക് റീകാലറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. എൻ്റെ കൂടെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ചേർന്നത് 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ ഓണത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞ പാടെ 3 ആൾ നിർത്തി. അത് പിന്നെ ഉണ്ടായത് 7 വിഷയം ചെണ്ട വിഷയം. പിന്നെ ഉണ്ടായത് നിർത്തിയതിന് പ്രത്യേക കാരണം വല്ലതും ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല, മനസ്സിലാണ് ആ ഒരു ചുറ്റുപാടും അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഉണ്ടായത് എൻ്റെ കൂടെ ഉണ്ടായത് അരുൺ, കലാമണ്ഡലം അരുൺ, ഇപ്പം കലാമണ്ഡലം അരുൺ കോട്ടയത്താണ്. അരുണും ഇതുപോലെ പകുതിക്ക് വെച്ച് നിർത്തി, പിന്നെ വീണ്ടും വന്നു പരീക്ഷ എഴുതി. ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ക്ലാസ് ഇപ്പോൾ ഒരു കൊല്ലം അഥവാ പൊട്ടിപ്പോയി അല്ലെങ്കിൽ തോറ്റുപോയി, ഈ പരീക്ഷയൊക്കെ ഉണ്ടല്ലോ, പോയി എന്ന് കണ്ടാലും പിറ്റത്തെ കൊല്ലം ആ പരീക്ഷ എഴുതിയെടുക്കാം. വീണ്ടും ചേരാൻ എന്നുള്ളൊരു അന്നേരം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും വന്ന് ചേർന്നു. അങ്ങനെ വീണ്ടും 4ാം വർഷമാകുമ്പോഴത്തേക്ക് അരുൺ ഞാനും ഒരുമിച്ച് തന്നെ ഉണ്ടായി. അതുപോലെ വേഷത്തിന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ആൾക്കാർ മുഴുവൻ ആൾക്കാരും, ആ മുഴുവൻ ആൾക്കാരിൽ ഇപ്പോഴും ഒരു 5-6 ആൾക്കാർ അവിടെ അധ്യാപകന്മാരാണ്, കഥകളി വേഷത്തിൻ്റെ അധ്യാപകന്മാരാണ് ഇപ്പോഴും. അല്ലേ, അന്ന് ഈ വേഷക്കാർക്കൊക്കെ ഒഴിച്ചിലൊക്കെ അവിടെ ഉണ്ട്. ഈ ചെണ്ടക്കാർക്കൊക്കെ ഒഴിച്ചിലുണ്ടോ അവിടെ? ഇല്ല, ചെണ്ടക്കാർക്ക് ഒഴിച്ചിലില്ല. ഇല്ല അല്ലേ. ശിക്ഷകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്? കുഴപ്പമില്ല, ഉണ്ണീഷ്ണേട്ടനാണ് ഈ കളിയമേള സഞ്ചാരത്തിൻ്റെ ആളെങ്കിലും അവിടുത്തെ ശരിയായ ശിക്ഷാരീതികളൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഞാനൊരു കഥകളി ആസ്വാദകനാണ്, അത്യധികം ആരാധിക്കുന്നുണ്ട്, ഉണ്ണീഷ്ണേട്ടൊക്കെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണീഷ്ണേട്ടനെ ഒഴിവേ ബാക്കിയുള്ളവരൊക്കെ പറയാലോ. അല്ല, ആൾ പേര് പറയണമെന്നില്ല, അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇത് ഇട്ടെറിഞ്ഞ് പോകണം തോന്നിയിട്ടുണ്ടോ? കാരണം ഇട്ടെറിഞ്ഞ് പോയ ഒരു രാധാകൃഷ്ണൻ എനിക്ക് പരിചയമുണ്ട്, മണിമാരാറെന്ന് പറയുന്ന. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, കലാമണ്ഡലത്തിലെ കോഴ്സ് കൊണ്ട് ഉണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ ശിക്ഷയുണ്ട്. നല്ല അടി, നല്ല സുഖമായിട്ടുള്ള അടി. ഇപ്പം ചിരിക്കുന്നുണ്ടെങ്കിലും നല്ല സുഖമായിട്ടുള്ള അടി. ആ അടി കിട്ടി പഠിച്ചതുകൊണ്ട് ഉണ്ടായ ഗുണം ഒരുപാടാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് വിഷമവും സങ്കടവും കരച്ചിലും കൊണ്ട് പോയ ഉടനെ, ആ കലാമണ്ഡലത്തിൽ ചേർന്ന ഉടനെ തന്നെ 1 മാസത്തിനുള്ളിൽ ഞാൻ
അന്ന് കാർഡാണ്, 15 പൈസേൻ്റെ കാർഡ്. ആ കാർഡ് താഴെ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് ആ കാർഡിൽ ഞാൻ വീട്ടിലേക്ക് ഒരു കത്തയച്ചു. എനിക്കിവിടെ നിൽക്കാനാവില്ല, പേടിയാണ്, ആശാന്മാരെല്ലാം അടിക്കും, സീനിയേഴ്സെല്ലാം ഉപദ്രവം എല്ലാം പേടിയാണ്, ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കാർഡ് അയച്ച ആളാണ്. അച്ഛൻ എൻ്റെ അപ്പോൾ ഈ കാർഡ് വീട്ടിൽ കിട്ടി അപ്പം തന്നെ അച്ഛൻ കലാമണ്ഡലത്തിലെത്തി. അച്ഛൻ കലാമണ്ഡലത്തിൽ എത്തുമ്പോഴത്തേക്ക് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ വീട് എല്ലാം ഓക്കെ, ഒരു പ്രശ്നമില്ല, എല്ലാവരും കമ്പനിയാണ്. അങ്ങനെ ആ പേടി അങ്ങോട്ട് മാറി. പിന്നെ അവിടുത്തെ ആ കോഴ്സ്, ഈ ശിക്ഷാ രീതി എന്നൊക്കെ പറഞ്ഞത്, ആ ശിക്ഷണവും കൊണ്ടാണ് ഞാനിപ്പോഴും ഈ രീതിയിൽ, പ്രത്യേകിച്ച് ബലരാമാശാൻ്റെ കളരിയിൽ ഉള്ള ക്ലാസ്, തായമ്പകയായിട്ട് ബന്ധപ്പെട്ടും കഥകളി മേളങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടായ ക്ലാസ്, അതുപോലെ ഉണ്ണീഷ് ആശാൻ്റെ ചൊല്ലിയാട്ട കളരിയിലുള്ള ആ ക്ലാസ്, പിന്നെ ഉണ്ടായത് മൂസാശാൻ, വാരണാസി നാരായണൻ നമ്പൂതിരി, പിന്നെ കലാമണ്ഡലം രാജൻ ആശാൻ, അങ്ങനെ കലാമണ്ഡലം രാധാകൃഷ്ണ ആശാൻ, അങ്ങനെ 5-6 അധ്യാപകന്മാർ, ആശാന്മാർ നമുക്ക് അവിടെയുണ്ട്. അവിടുത്തെ ആ ശിക്ഷണ രീതികൾ, അല്ലെങ്കിൽ അവിടുത്തെ ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ മൊറാഴ മാത്രമല്ല, ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഒട്ടനവധി ശിഷ്യസമ്പത്തിൻ്റെ ഉടനെയും കൂടിയാണ് രാധാകൃഷ്ണൻ. എനിക്കറിയാം, രാധാകൃഷ്ണൻ്റെ ശിഷ്യന്മാരുടെ പല അരങ്ങേറ്റത്തിനും നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഒട്ടനവധി ശിഷ്യന്മാരുണ്ട്. ആ പഠന രീതി തന്നെയാണോ രാധാകൃഷ്ണൻ ഇവിടെയും പഠിപ്പിക്കാൻ തുടരുന്നത്, അല്ലെങ്കിൽ ആ വഴി തന്നെ തുടരുന്നുണ്ടോ ഇവിടെ, എങ്ങനെയാണ്? തീർച്ചയായും ഞാൻ അവിടെ എന്താണോ പഠിച്ചത്, എങ്ങനെയാണോ പഠിച്ചത്, ആ പഠിച്ചതും അതുപോലെ മാത്രമേ ഞാൻ നമ്മുടെ നാട്ടിൽ ഓരോരാൾക്കും എല്ലാവരും, ഇപ്പം പേരെടുത്ത് പറയാൻ പറയണമെന്നില്ല, പിന്നെ ഇപ്പോൾ ഉള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് ഞാൻ പഠിപ്പിച്ച് തന്നെ. അവരൊക്കെ ഇപ്പോഴും പിന്നെ വളരെ നല്ല രീതിയിൽ തായമ്പകം കൊണ്ടും ഒക്കെ പോകുന്നുണ്ട്. അവരൊക്കെ പഠിപ്പിച്ച തായമ്പകം ഈ കലാമണ്ഡലത്തിൽ ഞാൻ എന്താണോ പഠിച്ചത്, അല്ലെങ്കിൽ എന്നെ എന്താണോ പഠിപ്പിച്ചത്, അതേ തായമ്പകം ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തത്. പിന്നെ കാലത്തിനനുസരിച്ചെല്ലാം മാറ്റം എന്നുള്ള രീതിയിൽ രണ്ടാമത് വീണ്ടും ഒന്നും കൂടെ അതിനെ മാറ്റിയിട്ട് പറഞ്ഞു കൊടുക്കും. ഈ ഇംപ്രവൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാനതല ഗുരുവായൂർ വെച്ചാണ് സംസ്ഥാനതല തായമ്പക മത്സരത്തിൽ രാധാകൃഷ്ണൻ 1ാം സ്ഥാനമൊക്കെ നേടിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആ തായമ്പക 1ാം സ്ഥാനം കരസ്ഥമാക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭൂതി എന്തായിരുന്നു? അതും കലാമണ്ഡലവും ഇതിലേക്ക് വന്നതുകൊണ്ടുള്ള ആ സമയത്തുണ്ടെന്ന ഒരു അനുഭൂതി ഉണ്ടാവുക എന്തായാലും. സംസ്ഥാനതലമാണ്, അതും നെൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. അതിനെക്കുറിച്ച് എന്തൊക്കെ പറയാനുണ്ട്? ആ തായമ്പക മത്സരത്തിന് പോയത് തന്നെ ആലോചിച്ചാൽ പേടിയാണ്. എൻ്റെ കാര്യം കലാമണ്ഡലത്തിൽ അത് പറഞ്ഞുകൂടാ. ഇങ്ങനൊരു മത്സരം അരങ്ങേറ്റത്തിന് അവിടെ 3ാം വർഷമാണ് അരങ്ങേറ്റം. ഇപ്പോൾ തായമ്പക നാട്ടിൽ നിന്നല്ല ഞാൻ പഠിച്ചത് കൊണ്ടാണ് അതിനൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത്. 3ാം വർഷത്തിന് മുന്നേ നമുക്ക് പുറത്ത് കൊട്ടാനുള്ള അനുവാദം. അത് കുട്ടി എന്ന് കലാമണ്ഡലത്തിൽ അറിഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കാമെന്നൊന്നും പറയുന്നില്ല ആ സമയമല്ലേ. അപ്പോൾ അതിന് പുറമേ എന്ന് വെച്ചാൽ ആ മത്സരത്തിന് പങ്കെടുത്തു. ആ മത്സരത്തിന് പങ്കെടുത്തിട്ട് കിട്ടിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, മേളകല എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ മേളകല എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മേളത്തിനെ പറ്റി, ചെണ്ടമേളത്തിനെ പറ്റി മാത്രമാണ് ആ പുസ്തകം. ആരെഴുതിയാണ് ഓർമ്മയുണ്ടോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല, കുഴപ്പമില്ല. ആ പുസ്തകം, പക്ഷേ ആ പുസ്തകത്തിൽ വായിച്ചിട്ട് ഒരുപാട് മേളങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പഠന സമയത്ത് അന്ന് ആരായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുണ്ടല്ലോ അവിടെ? ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു കഴിഞ്ഞു, വേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അന്ന് മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകന്മാർ ആരെങ്കിലും ഓർമ്മയുണ്ടോ? പേരുകൾ പരാമർശിക്കാൻ ഓർമ്മ വരുന്നത് പറഞ്ഞാൽ മതി. നേരത്തെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇൻ്റർവ്യൂവിന് ഗോപിയാശാൻ, ഉണ്ണികൃഷ്ണാശാൻ, ഇതിന് പുറമെ ഒരു വലിയൊരാളുണ്ടായിരുന്നു, പെട്ടെന്ന് പേര് എനിക്ക് അന്നേരം ഓർമ്മയില്ല. അതാണ് ഒളപ്പമണ്ണ, മഹാകവി ഒളപ്പമണ്ണ, അന്നത്തെ കലാമണ്ഡലത്തിലെ ചെയർമാൻ ഒളപ്പമണ്ണ ആയിരുന്നു. പിന്നെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അച്ഛൻ മരിച്ചുപോയി, വേഷത്തിൻ്റെ കഥകളി വേഷം.
പ്രിൻസിപ്പാൾ ആരായിരുന്നു? അന്നത്തെ ആ സമയത്തുണ്ടായ പ്രിൻസിപ്പാള് കലാമണ്ഡലം സത്യഭാമ. അല്ല സോറി അതെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കലാമണ്ഡലത്തേക്ക് കഴിഞ്ഞു നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഈ മേളത്തിലേക്കും ഒക്കെ തിരിഞ്ഞു. ഞാൻ പലപ്പോഴും രാധാകൃഷ്ണൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ നേർക്കോല് വീഴുന്ന സമയത്ത് രാധാകൃഷ്ണൻ്റെ അടക്കം കണ്ണ് പൂട്ടിപ്പോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രാധാകൃഷ്ണൻ ശ്രദ്ധിച്ചാണില്ല. അത്രമാത്രം ഖനം ഉള്ള കൈയാണ് രാധാകൃഷ്ണൻ്റെ വലത് കൈയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാനും ഈ കഥകളിയായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മേളത്തിലും അത്യാവശ്യം താമ്പയ്ക്കും അത്യാവശ്യം കാണാൻ പോകുന്നല്ലാതെ ഇല്ല ഗ്രാഹ്യമൊന്നുമില്ല. ഇത്തരം ഈ ഖനമുള്ള അത്രമാത്രം ഖനം വേണോ ഈ മേളത്തിന് എന്നൊരു സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തായമ്പൊക്കൊക്കെ അത് വളരെ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ വലത്തേക്ക് ഇത്രമാത്രം ഖനം തോന്നുന്നത്? എൻ്റെ അനുഭവമാണ്. എല്ലാവരെയും അവസ്ഥ എനിക്കറിയില്ല. ഞാനും രാധാകൃഷ്ണനായിട്ടുള്ളത് കൊണ്ട് ആ കാര്യം ചോദിച്ചു എന്ന് മാത്രം. അല്ല, അതിൽ കഥകളിക്കൊട്ടിന് ഇടത്തേ കൈക്കും വലത്തേ കൈക്കും ഒരേ പ്രാധാന്യമാണ്. ഇടത്തേ കൈൻ്റെ പ്രാധാന്യം, വലത്തേ കൈക്കിൻ്റെ പ്രാധാന്യം. നടുവിൽ കൊട്ടുന്ന സമയത്താണെങ്കിൽ രണ്ട് കൈയും ഒരേ ശബ്ദമായിരിക്കണം പുറമേ നിന്ന് കേൾക്കുമ്പോൾ. ഇതെല്ലാം കൊണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ച് നമ്മുടെ നാട്ടിലെത്തിയാൽ ഒരു കഥകളിക്കാരനെ നമ്മുടെ നാട്ടിലുള്ള വാദ്യക്കാർ പറയും അതൊരു കളിക്കൂട്ടുകാരനല്ല, അവർക്ക് പിന്നെ അത്രേ ആവുള്ളൂ, അതിങ്ങനെ നേർങ്ങനെ കൊട്ടുമല്ലേ വേണ്ടു എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ഇതിലധികമൊന്നും നമ്മുടെ നാട്ടിൽ നമ്മളെ ഈ വടക്കേ മലബാറിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. കോട്ടയത്ത് തമ്പുരാൻ്റെ നാടാണെങ്കിലും ആ കഥകളിയോട് അത്രമാത്രം ആഭിമുഖ്യം സാധാരണ ജനങ്ങൾക്കുള്ളൂ. അല്ല അതുകൊണ്ടാണ് ഈ അത് നമ്മുടെ ആ കലാമണ്ഡലത്തിലുള്ള പഠിക്കുന്നതിൻ്റെ ആ ഒരു രീതി കൊണ്ടാണ്. അപ്പോൾ ഇടത്തെ കൈയും വലത്തെ കൈയും എല്ലാം ഒരുപോലെ, സാധകത്തിനാണെങ്കിലും അതൊക്കെ സ്ഥാനം കൊണ്ടും എല്ലാം കൊണ്ടും കറക്റ്റായിരിക്കണം. ഈ ഇവിടെ മേളത്തിന് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, മേളത്തിൻ്റെ വഴിക്ക് നീങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ നൃത്തത്തിന് തുടങ്ങാൻ തുടങ്ങി. ആ മേളത്തിനൊക്കെ വരുമ്പോൾ മറ്റ് പല സ്ഥലങ്ങൾ, തൃശ്ശൂർ, അവിടെയൊക്കെ ഒട്ടനവധി പേരാണ് മേളത്തിനുണ്ടാവുക. പാണ്ടി മേളാണെങ്കിലും പഞ്ചാരി മേളാണെങ്കിലും ഏതാണെങ്കിലും. ഇവിടെയൊക്കെ അങ്ങനെ കൂടെ ആരുടെയൊക്കെ കൂടെയാണ് പിന്നെ രാധാകൃഷ്ണൻ മേളത്തിന് നിന്നിട്ടുള്ളത്? രാധാകൃഷ്ണൻ്റെ പ്രമാണിത്വത്തിൽ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ രാധാകൃഷ്ണൻ സീരിയസ് ആയിട്ടുള്ള ആരുടെയൊക്കെ കൂടെയാണ്? തുടക്കത്തിൽ എങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും. ആ സമയത്ത് ഉണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു മേളത്തിന് പ്രമാണിയായിട്ടുണ്ടായിരുന്നത്? ആദ്യമായിട്ട് തന്നെ ഒരു മേളത്തിൽ കൂടുന്നത് നമ്മളെ ഞാൻ ആദ്യം ക്ലാസ് പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ പുളിയാമ്പള്ളി ശങ്കരമാരാണ്. ആശാൻ്റെ കൂടെ പൂജക്ക് കൊട്ടിയിട്ടാണ് തുടങ്ങുന്നത്. പൂജ അമ്പലത്തിൻ്റെ ഉള്ളിൽ, അമ്പലത്തിൻ്റെ അകത്ത്. അപ്പോൾ പണ്ട് പിന്നെ ഒരു വലന്തരിയും ഒരു ചെണ്ടയും മാത്രമേ ഉണ്ടാവും. ആശാൻ പറയും എടുക്കടാന്ന് പറയും. അങ്ങനെ ആശാൻ പറഞ്ഞു ഇങ്ങനെ കൊട്ടണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എടുക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. അങ്ങനെ ആശാൻ്റെ കൂടെയാണ് ആദ്യം ഒരു പൂജക്ക് കൊട്ടിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മാറി വന്നു മേളം. മേളത്തിനോട് താല്പര്യം. അപ്പോൾ കലാമണ്ഡലത്തിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ മേളത്തിനെല്ലാം പോകാറുണ്ടായിരുന്നു. ആ സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു 2-3 ആൾക്കാർ, 2-3 പേര്. അതായത് കൊയിലാണ്ടി കോഴിക്കോട് ഭാഗത്ത് കൊണ്ടംവള്ളി കുഞ്ഞികൃഷ്ണമാര, അതുപോലെ കലാമണ്ഡലം രാമചന്ദ്രൻ. ഈ കലാമണ്ഡലം രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുനാഥനൊന്നുമല്ല, പക്ഷേ കലാമണ്ഡലം രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയാന്ന് എനിക്കറിയില്ല. അത്രയും ശിവദാസന്റെ ജ്യേഷ്ഠനല്ലേ? മരിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ കൊട്ടും അദ്ദേഹത്തിൻ്റെ നടത്തവും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയും അറിയാം. അതെപ്പോഴും ഞാൻ പരമാവധി ഞാൻ കൊണ്ട് നടക്കലുണ്ട്. ഇഷ്ടം കൊണ്ടാണ്, ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഈ രാമേന്ദ്രേട്ടൻ്റെ ഒരു മേളത്തിന് ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും ഈ രാമേന്ദ്രേട്ടൻ്റെ ഒരു മേളത്തിൽ കൂടാൻ പറ്റും. സഹവർത്തിത്വമുണ്ട്. ഒരു നോട്ടത്തിൽ നമുക്കത് മനസ്സിലാവും എന്താണ് പ്രശ്നം എന്നുള്ളത്. അത്രയും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് രാമേന്ദ്രേട്ടൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കലാമണ്ഡലത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് തന്നെ ഈ രാമേന്ദ്രേട്ടൻ്റെ നടത്തവും രാമേന്ദ്രേട്ടൻ്റെ ഒരു രീതി അതിനോടുള്ളൊരു താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ കലാമണ്ഡലം രാമേന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ കലാമണ്ഡലം എന്നുള്ളൊരു ബോധ്യം തലയിൽ വന്നു. അങ്ങനെയാണ് പേപ്പറിൽ കണ്ടിട്ട് കൊടുക്കുന്നതും അപേക്ഷിക്കുന്നതും ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഈ രാമേന്ദ്രേട്ടൻ്റെ മേളത്തിന് ഒരുപാട് ഒരു
5-8 കൊല്ലത്തോളം ഞാൻ ഈ കൊയിലാണ്ടി ഭാഗത്ത് മേള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. കൊയിലാണ്ടി ഭാഗത്തൊക്കെ നൃത്തമൊക്കെ ഉണ്ടോ? നൃത്തം കുറവല്ലേ? ഇല്ല, അവിടെ കോഴിക്കോട് ഇങ്ങോട്ടൊക്കെയല്ലേ ആ ഭാഗങ്ങളിൽ വീടും കൂറ് നൃത്തം തന്നെ, വീടും കൂറ് എന്ന് പറയുന്നത് വിഷയമുണ്ട്. അപ്പോൾ മിക്കവാറും മേളങ്ങളും പഠിച്ചത് കൊയിലാണ്ടി ഭാഗത്തു നിന്നാണ്. പക്ഷേ ആ മേളം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ വടക്കേ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ ആ മേളവും ഈ മേളവും രണ്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. താളത്തിലൊന്നും വ്യത്യാസമില്ല, അത് ചെയ്യുന്നതിലും ചെയ്യിപ്പിക്കുന്നതിലും ഉണ്ടാകുന്ന വ്യത്യാസം. അങ്ങനെയുള്ള ഈ ഭാഗത്ത് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? ഈ ഭാഗത്ത് കാര്യമായിട്ടുണ്ടായത് കടന്നപ്പള്ളി ശങ്കരൻകുട്ടിമാരാണ്. ആ, കടന്നപ്പള്ളി ശങ്കരേട്ടൻ്റെ കൂടെ ഒരുപാട് മേളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗുരുനാഥൻ ചെറുക്കൽ ശ്രീധരന്മാരാണ്. ഇപ്പോഴും ഈ മേളത്തിൽ ഇപ്പോഴും ഈ രാധാകൃഷ്ണൻ അമ്പലങ്ങളുടെ ഉത്സവങ്ങളൊക്കെ മുഴുവൻ ഏറ്റെടുത്ത് നടത്താറുണ്ടല്ലോ പല ക്ഷേത്രങ്ങളിൽ. ആ സമയത്ത് രാധാകൃഷ്ണൻ ഇപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ, ഒരാളെ സീനിയറെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് വിളിക്കുക? രാധാകൃഷ്ണൻ തന്നെ സീനിയറാണ്, അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എങ്കിലും ഒരു കൈ സഹായം നിലനിൽക്ക്, ഒരു സപ്പോർട്ട് നിലനിൽക്ക് വിളിക്കുമ്പോൾ ആരെ വിളിക്കും? വല്ലാത്തൊരു ചോദ്യമാണ്. പക്ഷെ എങ്കിലും വരെ അറിയാൻ വേണ്ടിയത് വിളിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരാറില്ല നമ്മുടെ നാട്ടിലായതുകൊണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ മേളങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. പിന്നെ മേളം നടത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ നമ്മളെ നേതൃത്വത്തിൽ അതായത് നേരത്തെ ചോദിച്ച പോലെ രാധാകൃഷ്ണനെ സീനിയറായിട്ടുള്ള ആരെങ്കിലും ഒരാളെ വിളിക്കണമെന്ന് ചോദിച്ചല്ലേ. അപ്പോൾ സീനിയറായിട്ടുള്ള വിളിക്കാനുള്ള ഒരാളുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ രാമേന്ദ്രേട്ടൻ. അപ്പോൾ രാമേന്ദ്രേട്ടൻ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ രാമേന്ദ്രേട്ടൻ പഠിപ്പിച്ച അല്ലെങ്കിൽ രാമേന്ദ്രേട്ടൻ കൊട്ടിത്തന്ന് അല്ലെങ്കിൽ കൊട്ടിക്കാണിച്ച കുറേ വഴികളുണ്ട്. അപ്പോൾ ആ വഴികൾ എപ്പോഴും ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. അല്ല, ഒട്ടനവധി രാധാകൃഷ്ണൻ്റെ പ്രമാണിത്വത്തിൽ മേളങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുറാഴ ക്ഷേത്രത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, മറ്റ് പല ക്ഷേത്രങ്ങളിലുമുണ്ട്. അപ്പോൾ രാധാകൃഷ്ണ കഥകളി പഠിച്ചു, അത് കഴിഞ്ഞ് മേളം അല്ലെങ്കിൽ നൃത്തം, അതിലുള്ള ചെണ്ടയുടെ ഉപയോഗങ്ങൾ കൈകാര്യം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബജീവിതവും അങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ. വീട്ടിൽ ആരൊക്കെയാണ്? കുട്ടികൾ ചെണ്ട പഠിച്ചിട്ടുണ്ടോ? ഇപ്പോഴാരൊക്കെയാണ് വീട്ടിലുള്ളത്? സഹോദരന്മാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്. വീട്ടിൽ ഭാര്യ, 2 കുട്ടികൾ ആണ്, 2 പെൺകുട്ടികളാണ്. മൂത്തമകള് മേളം പഠിച്ചു, അരങ്ങേറ്റമൊക്കെ കഴിച്ചിട്ടുണ്ട്. തായമ്പക തുടങ്ങി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ പഠിത്തവും സ്കൂള് ഇതെല്ലാം കൊണ്ട് പിന്നെ അത് അങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പിന്നെ കഥകളി, തളിപ്പറമ്പ് കഥകളി കേന്ദ്രമായിട്ട് പോയി അവിടെ ഇടപെട്ട് തോടയം, പുറപ്പാട്, അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ. മൂത്തമകള്. രണ്ടാമത്തെ മകള് ഡാൻസിനോട് ആണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് ചെണ്ട പഠിക്കാൻ നോക്കും. പിന്നെ അവരവരെ ഇതുകൊണ്ട് പിന്നെ അങ്ങനെ കുറവാണ് ആ വിഷയം. പിന്നെ എന്തായാലും എല്ലാവരും സകുടുംബം കഥകളി ആരാധകരാണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കുടുംബപരമായിട്ട് എല്ലാവരും പരിചയമുള്ളവർ തന്നെ. കുട്ടികൾക്ക് സാഹചര്യങ്ങൾ, ഇന്നത്തെ സാഹചര്യം, പഠനത്തിൻ്റെ രീതികളും അതിനൊക്കെ കാരണം കലാമണ്ഡലം തന്നെയാണ്. കലാമണ്ഡലത്തെ വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ട കുട്ടികൾ തന്നെ പിന്നെ യൂട്യൂബ് നോക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കുക എന്നാലും ഫുൾ ടൈം കഥകളിയായിട്ടുള്ള പിന്നെ അതാ നോക്കുക. ഞാനിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ ആശാൻ കൂട്ടുന്ന ദുര്യോധനവധം, ഉണ്ണീഷാശം കൂട്ടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ആശാൻ കൂട്ടുന്ന നേരം പറ്റി വേഗം എടുത്തുകൊണ്ട് കാണിച്ചു ഒരു താല്പര്യമാണ് അവർക്ക്. ഏതായാലും പിന്നെ ഇത്രയും കാലം ഈ കലാസഭയിൽ ചെണ്ട ഒരു നമ്മുടെ സന്തത സഹചാരിയായി കൊണ്ട് നടന്ന് ഉപജീവന മാർഗമായിട്ടുള്ള അദ്ദേഹത്തിന് രാധാകൃഷ്ണന് ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു ആശയം നൽകാനുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന വിഷയം, ഏത് വിഷയം ആയിക്കോട്ടെ, ചെണ്ടയുടെ കാര്യം എനിക്കൊന്നും കൂടെ പറയാനുള്ളത്, ഏത് വിഷയമായാലും അത് പഠിക്കുന്നത് കൃത്യമായൊരു അടിസ്ഥാനത്തോടെ പഠിക്കുക.
അത് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ, അതായത് ആ ഗുരുനാഥനെ കണ്ടെത്തുന്നിടയ്ക്കാണല്ലോ നമ്മളെ ഏത് വിഷയം. തീർച്ചയായും സംശയമില്ല. നമ്മളൊരു കല പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏത് ഗുരുനാഥനെടുക്കുകയെന്ന് പഠിക്കണം, അല്ലെങ്കിൽ ആ ഗുരുനാഥൻ എങ്ങനെയുള്ള ആളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ ഒരു പഠിക്കാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ ചെണ്ടയാണെങ്കിൽ ചെണ്ടേനെ പറ്റി പഠിക്കാൻ പറ്റുന്ന എല്ലാ വിഷയങ്ങളും ആ ഒരു ഗുരുനാഥൻ്റെ അടുക്ക് തന്നെ പരമാവധി പഠിക്കുക. അതായത് നമ്മൾ ആദ്യം കണ്ടെത്തുന്നിടയ്ക്കാണ് അതിൻ്റെ ഗുരുനാഥനെ ആരാണ് എന്ന് കണ്ടെത്തുന്നിടയ്ക്കാണ് അവിടെ. ആ ഗുരുനാഥനെ നല്ല ഗുരുനാഥനാണെങ്കിൽ ആ ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ ഒരുപാട് വർഷക്കാലം പഠിക്കുക തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ഇങ്ങനെ പല തരത്തിലുള്ള പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാലും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. പക്ഷേ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, കലാമണ്ഡലം അല്ലെങ്കിൽ സദനം അല്ലെങ്കിൽ കലാനിലയം അല്ലെങ്കിൽ കലാലയം, മാർഗി, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇതൊക്കെ കൃത്യമായിട്ട് അടിസ്ഥാനമായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളെ കീഴിൽ നമ്മളൊരു 5-10 വർഷം അവരെ കീഴിൽ പഠിക്കാൻ മെനക്കെട്ടാലും ഒരിക്കലും നഷ്ടമാവില്ല. ആ ഒരു അഭിപ്രായമാണ് എൻ്റെ. രാധാകൃഷ്ണൻ, ഈ അഭിപ്രായത്തോട് പുതിയതായിട്ട് വരുന്ന പുതിയ തലമുറക്ക് ഈ കഥകളി മേളത്തിനോട്, പ്രത്യേകിച്ച് ചെണ്ടയിലേക്ക് ആവാഹിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ളത്. സ്ഥിരത വേണം പഠനത്തിന്, അതാണ് അതിനകത്തെ രത്നച്ചുരുക്കം. എന്തായാലും ഒട്ടനവധി ശിഷ്യസമ്പത്തുള്ള രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് തെളിയിച്ചിട്ടുമുണ്ട്. തൻ്റെ ആ പഠിപ്പിക്കൽ വഴി ഒട്ടനവധി പേർ കലാരംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. കളിമേള സഞ്ചാരത്തിന് വേണ്ടി ഇത്രയും സമയം മെനക്കെട്ടതിൽ അത്യധികം സന്തോഷിക്കുന്നു. രാധാകൃഷ്ണനും കുടുംബത്തിനും എല്ലാവിധ ഭാഗങ്ങളും കളിമേള സഞ്ചാരം നേരുന്നു. നന്ദി, സന്തോഷം. ഏതായാലും ഈ മേള സഞ്ചാരം എന്ന ഈ പരിപാടിയിലൂടെ ഞാൻ തുടങ്ങി വന്ന, അതായത് ഈ പുളിയാമ്പള്ളി ശങ്കരമാരാർ മുതൽ ഇത്ര വരെയുള്ള ഗുരുനാഥന്മാരെല്ലാവരും ഒന്നും കൂടെ ഓർമ്മിപ്പിച്ച് പറയാൻ പറ്റി. അതുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഇന്ന് വരെ ഉണ്ടായ കാര്യങ്ങൾ പറയാൻ പറ്റി അത് ഈ മേള സഞ്ചാരം എന്ന ഈ പരിപാടിയിലൂടെ. അത് എന്താ പറയുക, അത് വളരെ സന്തോഷം.